കേരളത്തിൽ നമ്മളിങ്ങനെ നോക്കിയാൽ അഹ്ലുസുന്ന വൽ ജമാഅ എന്ന ഒരു പന്ത്, അത് കേരളത്തിന് ഒരു ഗ്രൗണ്ട് ആക്കിയിട്ട് രണ്ടാളെ കയ്യിൽ കൊടുത്തു. അല്ലാഹു തആല ഒന്ന് ഇ കെ ഉസ്താദ് ഒരു ടീമിൽ നേതാവായി, എ പി ഉസ്താദ് ഒരു ടീമിലായി. നമ്മളൊക്കെ ഏത് ടീമിൽ കൂടി? എ പി ഉസ്താദിൻ്റെ ടീമിൽ കൂടി. നമ്മുടെ ടീമിനെ നമ്മൾ കളിച്ചു, നമ്മൾ നന്നായിട്ട് കളിച്ചു. കളിക്കന്നെ ഒരു ഗോളടിച്ചു അങ്ങനെ ഗോളടിച്ചാണ് പോയി. കളി അറിയാത്തവർ ഉന്താനും തള്ളാനും കാല് വെള്ളിച്ചിടാനും ഒക്കെ അങ്ങനെ പ്രശ്നം. അതൊന്നും അങ്ങനെ തുടരാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ കളിയാണ് മുന്നോട്ട് പോയി. അൽഹംദുലില്ലാഹ് നമ്മുടെ വിദ്യാഭ്യാസ ബോർഡിന് കീഴിൽ എത്രയാണ് മദ്രസകളായത്? സുബ്ഹാൻ, 5,51,800 കുട്ടികൾ ഇന്ന് രാവിലെ നമ്മുടെ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസയിൽ ഫാത്തിഹ ഓതി. നമ്മുടെ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസയിൽ ഫാത്തിഹ ഓതി. അത്രയധികം കുട്ടികളെ പഠിപ്പിക്കാൻ നമുക്ക് സാധിച്ചത് ഇപ്പൊ നമ്മൾ ജാമിയത്തുൽ ഹിന്ദ് ലോക ഇസ്ലാമിക് യൂണിവേഴ്സിറ്റികളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ജാമിയത്തുൽ ഹിന്ദ് അൽഹംദുലില്ലാ 300 കോളേജുകളിലായിട്ട് 20,000 ആലിമീങ്ങളെ വാർത്തെടുക്കുകയാണ്. ഇതൊക്കെ നടന്നത് നമ്മുടെ ആ മത്സരങ്ങൾ നടന്നപ്പോൾ അല്ലാഹു തആല ഫല്യതനാഫസിൽ മുതനാഫിസൂൻ ഖൈറായ കാര്യത്തിന് മത്സരം വെച്ചിട്ടുണ്ടാവും. ആ മത്സരത്തിൽ അൽഹംദുലില്ലാ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിൽ എല്ലാ ഗ്രാമങ്ങളിലും പ്രകാശപൂരിതമായി നിൽക്കുകയാണ് മദ്രസകൾ. അതേപോലെ തന്നെ ദർസുകൾ, കോളേജുകൾ. ഈ സമസ്തയുടെ 100ാം വാർഷികം നടക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രചരണാർത്ഥമുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം നടക്കാൻ നമ്മുടെയൊക്കെ സംഘടനയുടെ മെമ്പർഷിപ്പ് നടക്കുന്നു. അതേപോലെ തന്നെ കേരള യാത്ര ഇൻഷാ അല്ലാഹ് അത് ജനുവരി 1-ന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച് അത് തിരുവനന്തപുരത്തേക്ക് തല ഉയർത്തി പോകാനാണ് നമ്മളെ തീരുമാനം. ആ വിവരങ്ങൾ നോക്കിയിട്ടില്ലേ? ഇവിടുന്നൊക്കെ പാടെ പോയി കാസർഗോഡ് പോയിട്ട് കുനിയാനല്ല. പിന്നെ നമ്മളതെന്താണ്, അത് കാസർഗോഡ് നിന്ന് തുടങ്ങിയിട്ട് അതിൻ്റെ മട്ടത്തിൽ ഇങ്ങനെയാണ് പോയിട്ട് തിരുവനന്തപുരത്ത് തല ഉയർത്തി നിൽക്കാനാണ് നമ്മൾ സമ്മേളനം തീരുമാനിച്ചിട്ടുള്ളത്. നമ്മൾ അവിടെ ഉദ്ഘാടനം ചെയ്ത് എവിടെ ചട്ടഞ്ചാലെന്നാണ് നമ്മൾ പ്രഖ്യാപിച്ചത്. ചട്ടപ്രകാരം ചാലിൽ കൂടെ വന്നാൽ എവിടെ എത്തും? തല ഉയർത്തി തിരുവനന്തപുരത്തെത്തും. അല്ലാതെ ഇവിടുന്നൊക്കെ പാടെ ആട്ടിത്തൊളിച്ച് അവിടെ പോയി കുനിയാനല്ല. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അല്ലാഹു തആല ഖൈർ തരട്ടെ. ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പരിശുദ്ധ പൂർത്തീകരിക്കപ്പെട്ട ദീന് നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചത് ഇന്ന് നമ്മളത് ഏറ്റെടുത്ത് മുന്നോട്ട് പോവുക. ജനുവരി 1 മുതൽ 17 വരെ കേരള യാത്ര നടക്കുമ്പോൾ അതിൻ്റെ 2 സ്വീകരണം. കേരള യാത്രക്ക് നേരത്തെ ഉണ്ടായിരുന്നത് 140 സ്വീകരണ കേന്ദ്രങ്ങളാണ് കഴിഞ്ഞ 2 യാത്രയിലും. ഈ യാത്രയിൽ നമുക്ക് ആകെ 17 സ്ഥലത്ത് മാത്രമാണ് സ്വീകരണം. ഒരു ജില്ലയിൽ ഒരു കേന്ദ്രം. മലപ്പുറം, കോഴിക്കോട് ജില്ലകൾക്ക് മാത്രമാണ് 2. നമ്മുടെ ഒരു സ്വീകരണം ഇൻഷാ അല്ലാഹ് 12 സോണുകൾ ചേർന്ന് അരീക്കോടും, മറ്റൊരു സ്വീകരണം 11 സോണുകൾ ചേർന്ന് തിരൂരും. 2 സ്ഥലത്തും വൻ ജനാവലിയുടെ നേതൃത്വത്തിൽ നമുക്ക് നടത്തണം ഇൻഷാ അല്ലാഹ്. അതിൻ്റെ പ്രചാരണവും കൂടി ആയിക്കൊണ്ട്